കണ്ണപ്പയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവത്തിൽ നടൻ മനോജ് മഞ്ജുവിന് പങ്കുണ്ടെന്ന ആരോപണവുമായി തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജു രംഗത്ത്. ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്ന രഘുവും ചരിതയും മനോജിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണെന്ന് വിഷ്ണു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 4 ആഴ്ച മുൻപാണ് സംഭവം നടന്നതെന്നും എന്നാൽ മനോജിനെയും കൂട്ടാളികളെയും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും വിഷ്ണു മഞ്ജു പറഞ്ഞു. എന്നാൽ അത് നടക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും കണ്ണപ്പ ചിത്രത്തിന്റെ നിർമ്മാതാവും നടനും രചയിതാവുമായ വിഷ്ണു മഞ്ജു കൂട്ടിച്ചേർത്തു. വിഷ്ണു മഞ്ജുവിന്റെ സഹോദരനാണ് മനോജ് മഞ്ജു. വെള്ളിയാഴ്ച ചെന്നൈയിൽ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിഷ്ണു മഞ്ജുവും കണ്ണപ്പയിലെ അഭിനേതാക്കളും എത്തിയിരുന്നു. മാധ്യമങ്ങളുമായുള്ള ഒരു സംവാദത്തിനിടെ കണ്ണപ്പയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവത്തെക്കുറിച്ചും അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ചോദ്യമുയർന്നു. എന്നാൽ തന്റെ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കരുതെന്നായിരുന്നു വിഷ്ണുവിന്റെ മറുപടി. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഷ്ടിക്കപ്പെട്ട ഹാർഡ് ഡിസ്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ദുബായ്, ലണ്ടൻ എന്നിവിടങ്ങളിലെ 3 ഓഫീസുകളിലാണ് VFX ജോലികൾ നടക്കുന്നതെന്ന് വിഷ്ണു മഞ്ജു പറഞ്ഞു. മുംബൈയിൽ നിന്ന് VFXുമായി ബന്ധപ്പെട്ട ഹാർഡ് ഡിസ്ക് അയച്ചപ്പോൾ അത് ഫിലിം നഗറിലെ വസതിയിലെത്തുകയും വിഷ്ണു മഞ്ജുവിന്റെ അച്ഛൻ മോഹൻ ബാബു അത് വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് രഘുവിനും ചരിതയ്ക്കും കൈമാറിയതിന് പിന്നാലെ ഇരുവരെയും കാണാനില്ലെന്നാണ് വിഷ്ണു മഞ്ജു പറയുന്നത്. അതേസമയം ഹാർഡ് ഡിസ്ക് ഒരു പാസ്വേഡ് ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്കു ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ് ഒരുക്കുന്നത്. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് അടക്കം വലിയ താരനിരയുള്ള ബിഗ് ബജറ്റ് ചിത്രമാണ് കണ്ണപ്പ. ജൂൺ 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കണ്ണപ്പ പ്രദർശനത്തിന് എത്താനിരിക്കെയാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിയ ഇതിഹാസഭക്തന്റെ യാത്രയുമാണ് കണ്ണപ്പ പറയുന്നത്. ഒരു നിരീശ്വരവാദി ആത്മീയ പാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുങ്ങുന്നത്. കാലാതീതമായ വിശ്വാസത്തിനും വീരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിക്കുന്നത്. മോഹൻലാലും വിഷ്ണു മഞ്ജുവും ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായിരുന്നു. കണ്ണപ്പയുടെ പോസ്റ്ററുകളും ടീസറുകളും പാട്ടുകളും ഇതിനകം തന്നെ ഏറെ തരംഗമായി മാറിയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തുന്നത്. AV എന്റർടൈൻമെന്റ്സ്, 24 ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. ഹോളിവുഡ് ഛായാഗ്രഹകൻ ഷെൽഡൻ ചാവുവാണ് കണ്ണപ്പയ്ക്കായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കെച്ചിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. സ്റ്റീഫൻ ദേവസി സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൺസാൽവസ് ആണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.